കമ്മൊക്കെ ഇനിയിപ്പടെ ഉണ്ടാകുന്ന ആർക്കാരാ പേരയിൽ ചെന്നാണ്ട് വരുന്ന പെണ്ണുങ്ങൾ അറിഞ്ഞ് തോട്ടത്തിൽ പോയിക്കണ്. ഇവിടെ പണിക്കാരും കാണുന്നില്ല. കാമോക്ക ഈ തന്ത ഇവിടെ കാമോക്ക എവിടെ നിങ്ങള് എവിടെ നിങ്ങള് വന്നാണ് നിങ്ങള് എവിടെ നിങ്ങളെ കാത്ത് നിക്കല്ലേ നിങ്ങളെ പേര് പെണ്ണുങ്ങൾ പറഞ്ഞേ തോട്ടത്തിൽ വന്നിക്കണ പറഞ്ഞേ ഇവിടെ കുറച്ച് പണി ഉണ്ടായിരുന്നു. ഒരു പണിക്കാരനെ ഏൽപ്പിച്ചാ ഞാൻ. പണിക്കാരൻ ഇതുവരെ വന്നിട്ടില്ല. പണിക്കാരെന്ത് അതാ മറ്റേ ഇവനാണ് കരീമേ. കരീമില്ലേ? നിങ്ങൾ ഓനല്ലാത്ത പണിക്ക് വിളിച്ചോ? ആ ഉറങ്ങി ജനിച്ചാണെങ്കിൽ തന്നെ പത്തണിയാവൂ. നല്ല ആളാണ്. ഞാൻ ഇപ്പൊ വന്നിട്ട് 1.5 മണിക്കൂറായി ഇവിടെ. പണിയത്തെ കാര്യത്തെ പണിയുള്ളത് വെട്ടി ഇത് ചെറിയ മോൻ വാങ്ങിയതാ. ബാംഗ്ലൂർ കാട് പിടിച്ചെടുക്കണല്ലോ. ബാംഗ്ലൂരുള്ളവനെ ചെറിയ പൈസ കൊടുത്ത് വാങ്ങിയാത്. വാപ്പാന്റെ തലയിൽ കിട്ടാണ് ഓനാട് പോയി. ഇത് കാട് നന്നായിട്ട് വെട്ടിയാന്നാക്കാനേ. അനക്കെത്താ പണിയെന്ന് ഞാൻ നിങ്ങളെ കാണാൻ വന്നതല്ലേ. ഞാൻ നിങ്ങളെ മോന്റെ സുക്കൂറിന്റെ കാര്യം പറയാനേ. ഇപ്പൊ അയിമത് വിട്ടിട്ടില്ലേ? ഈ പട്ടികല്ലേ ശരി അയിമ കുടിക്കാ. മക്കളെ കൊണ്ട് പെണ്ണെട്ടിച്ചു കൊടുക്കണ്ടേ? മക്കളെ കൊണ്ട് പെണ്ണെട്ടിച്ചു കൊടുക്കണ്ടേ? മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചാ. പക്ഷെ ഓലെ ചെലവിനോട് നടത്താൻ പറ്റുമോ? അത് പറ്റുമോ? ബാംഗ്ലൂരല്ലേ? ബാംഗ്ലൂരാന്ന് പറഞ്ഞിട്ട് കാര്യാന്ന് വല്യോന്റെ കാര്യ ഞാൻ പറഞ്ഞത്. മൂത്തോണ്ടല്ലോ, മൂത്തോനാണ് ഇത് വാങ്ങിയത്. ഓന്റെ അടുത്ത് അത്യാവശ്യം പൈസ കണ്ട്. മെച്ചത് പറഞ്ഞാൽ ഇവിടെ നാട് തിരങ്ങി നടക്കുക. ഇല്ലത്തമാട് സ്കൂള് വിട്ടാ അതിന്റെ മുന്നിൽ പോയി നിൽക്കും. അതേമാതിരി എവിടെല്ലാം സ്കൂള് വിടുണ്ടോ അതിന്റെ മുന്നിൽ പോയി അണ്ണാക്ക് കാട്ടി നിൽക്കുക. അതല്ല ചെറിയ മോനക്കുള്ളതല്ലേ നിങ്ങളെ പേരാ? എങ്ങനെ ചെറിയ മോനക്കുള്ളതല്ലേ നിങ്ങളെ തറവാട്? ഞാൻ ഉണ്ടാക്കിയ പേരെ. എല്ലാവർക്കുള്ളതാ ഞാൻ ഉണ്ടാക്കിയ പേരെ. ചെറിയ മോനുള്ള നല്ല ആളാണ്. ഇന്നും തീരുമാനാക്കി നിങ്ങൾ പോലെ ഇന്റെ പെണ്ണുകൾക്കും എനിക്ക് കാലം കഴിയുന്നത് വരെ കിടന്നോളാനുള്ള വരെയായി. തീരുമാനാക്കി. ഞാൻ പോയിട്ട് വേറെ പണിയൊക്കെ ഉണ്ടെന്ന്. ഒരു നല്ല അയിരാത്തി വാങ്ങിക്കൂടെ തന്തേ? ഇത് 96 വാങ്ങിയാണ്. ഇതിപ്പോ പിരി പോയതാ. അത് കുഴപ്പമില്ല, 100 മതി. അതിരൊക്കെ ഇട്ടണ്ടേ? എങ്ങനെ പിന്നെ ചുറ്റും അതിര കെട്ടാണ്ടോ? അതിപ്പോ 1000 തെങ്ങള് 1000 പല കൂട്ടാ ഈർക്കലില്ലാന്ന് പറഞ്ഞ മാതിരി ചെരിയമിനെ കാത്തിക്കൽ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറായി. ഇതുവരെ വന്നിട്ടില്ല. ഇതൊരു കാര്യം ചെയ്യും. നിങ്ങളെ പണിക്കാരെന്ത് ചെയ്യേ? ഞാൻ അവനെ തെരഞ്ഞു പോയോക്കട്ടെ. വടക്ക കുറച്ച് ആ പാടത്തിന്റെ അവിടെ ഉണ്ടാവും. എത്തുണ്ടായാലും വന്ന് കൂടുതൽ അവിടെയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് നെല്ലൊക്കെ നമ്മളെ പാടത്തുനിന്നുള്ള ചളി അങ്ങോട്ടാ വരല്ലേ? വടക്കേ പാടത്തേക്കല്ലേ? അതേ മഴത്ത് തന്നെ കരിയുമോ ചളി കൂടുന്നോർത്താ ഉണ്ടാക്കുക. ഞാനേ ഇതൊരു കാര്യം ചെയ്യുന്നാല് കവുങ്ങൊക്കെ ഉണ്ടല്ലോ അല്ലേ? കവുങ്ങ് അടക്കിയൊക്കെ ഉണ്ട്. അത് കണ്ട ഒറ്റമാര് കട്ടുകൊണ്ട് പോലെ. ഇതൊരു കാര്യം ചെയ്തോ, ഇവിടെ നിക്ക്. ഞാൻ ഓനും കൂട്ടിയാണ്ടേ ഇങ്ങോട്ട് വരാം. നിങ്ങൾ വേഗം പോരിട്ടാ. ആയിക്കോട്ടെ, വേഗം വരും. നിങ്ങൾ വന്നിട്ടാണ് എനിക്ക് വേറെ വൈക്ക് പോകണ്ട്. അതെ ഇവിടെ നിക്ക്. നിങ്ങൾ വേഗം പോരിട്ടാ. ഞാൻ വേണ്ട അച്ഛാ, ഞാനേ കരീമിനെ കൂട്ടിയാണ്ട് വരാം. ഞാൻ ഇവിടെ നിൽക്കണ്ടിട്ടാ. ആയിക്കോട്ടെ, എവിടെ ഇരുന്നോ. ആരെങ്കിലേ അടക്ക തേങ്ങ കക്കാൻ വരാൻ നോക്ക്. പിന്നെ വേലന്നെ വളവും നേരത്തെ അല്ല നിങ്ങൾ പോയിക്കോളൂ. വേഗം വരും. ഇജെടുത്തു കൊണ്ടുപോകരുതെന്നാ പറഞ്ഞേ. വേഗം പോയാൽ വരും. ഒന്നിനെ നമ്പാൻ പറ്റൂല. ഇവിടൊക്കെ വെള്ളം കെട്ടി നിൽക്കുകയാണല്ലോ. ഒറ്റ പെരല് പോലും ഇല്ലാനും. പെരലുണ്ടല്ലോ. പഴയ കാലത്തൊക്കെ ഒറ്റ തള്ളുണ്ട് കളിയാല് 1500 പെരലേക്ക് അരക്കേണ്ടി വരും. ഒറ്റ ഒന്നുമില്ല. ഇത് പണിയായത് കടിച്ചുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. നൊരി പലയൊക്കെ വന്നിട്ട് മൊയ്ക്കുട്ടികളായിട്ടാണോ വന്നിട്ട് കുടിച്ചാലേ? കരീം ഏത് ചണ്ടിൻ്റെ ഉള്ളിലാണോ ഒളിച്ചിരിക്കണേ? കരീം, കരീമേ. ചളിയായി കാൽമ നന്നായിട്ട്. കാലത്ത് പാടും പറമ്പ് കൊണ്ടിറക്കാറിഞ്ഞാല് ചില്ലറ പണിയല്ല. ബായ ഒന്നായിട്ട് പന്നി മറ്റവും വന്നാണ്ടേ കുറച്ചിട്ട് ഒന്നായിട്ട് കേടെത്തി ചെയ്ത്. കുറച്ച് മുളക് പറിച്ചാൻ ആ സുലൈഖാനെ പല വട്ടം ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ട് ഒന്നായിട്ട് അത് അയിമ കെടുക്കുന്നു. ഞാൻ അതിൻ്റെ കജാത്തണോ? പിന്നെ ഏത് പൊത്തിലാ കയറി ഒളിച്ചിക്കണേ? ഹേരിമേ, കരീം എവിടെ ചെയ്? കരീമിനെ വിളിച്ചുമ്പോഴൊക്കെ എങ്ങനെ കാക്കയും മറ്റേ കൊക്കൊക്കെ മറുപടി അറിയാം. ഏത് അടുപ്പിലാണോ കയറിക്കാൻ? പാടച്ചോനെ, മുളകാണല്ലോ ഇപ്പൊ അവത്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കണേ. ആ കരീമിനോട് മൊത്തം പറിച്ചാൻ പറഞ്ഞാണല്ലോ. ഒറ്റ ഒന്നും ഇരുമൊന്നും നുള്ളിയിട്ടില്ല. അത് മാത്രമല്ല ആ സുലൈഖാണ് പെരയില് മുളകില്ല എന്ന് ഇങ്ങനെ പറയുന്നു.
ഒരു പെരയിൽ മൊത്തത്തിൽ അറക്കാനുള്ള മുളക് തീരുമാനം അതിൻ്റെ അടുത്ത് ഓനെ കിട്ടിയില്ലേ ആകെ പണിയാവുമല്ലോ, സമയം പോകും. ഓനെ വിളിച്ചു കൊടുത്തിട്ടേ വർഷാതാണ്ട് ഹരിമേ ഷെഡിലും ഇല്ലേ ഹരീം. ആ ചെവിടെ ഞാൻ അതേപോലെ നിങ്ങൾ എത്ര നേരം കാത്തിക്കണ്? കാത്തിക്ക ഞാൻ ഈ കണ്ട തോട്ടം ഫുള്ള് തപ്പീരാനെ. തോട്ടം പൊടി തപ്പ് പറഞ്ഞാല് നിങ്ങളെ കാണണ്ടേ? ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കിടന്നുറങ്ങാ. പൊലം വെയിലാണ്, വെയിലായപ്പോ ഇങ്ങോട്ട് പോന്നാ. കിടന്നുറങ്ങാ. ഉറങ്ങണൊന്നുമില്ല. ഞാൻ താണ്ട് വരുന്നേ. ഹേരിമേ ആ പോവല്ലേ? പോവാ. നിങ്ങൾ ഇവിടെ എത്ര നേരം കാത്തിക്കണ്? ഞാൻ അതിനവിടെ ചേക്കൂനെ അവിടെ നിർത്തിയാണ്ട് പോകുന്നത്. ഇനിയിപ്പോ ഒന്ന് പോണാ? അതല്ലാന്ന് ചേക്കു പെങ്കട്ടിന്റെ കാര്യം പറഞ്ഞു വന്നാ. അപ്പൊ ഒരാളും കൂടി ഉണ്ടാവുമ്പോ എനിക്കൊരാക്കും ഉണ്ടാവും. രണ്ടാളും കൂടി എടുത്ത് തീർത്താൽ മതി. ഓനെ പറമ്പിൽ നിർത്തിയാണ്ട് പോന്നാണെന്ന്. വാ ഇന്നിപ്പോ ഞാൻ വരണ. ഇനിയിപ്പോ ഞാൻ കൈക്കോട്ട് പോയിട്ട് പോന്നൂടെ, നീ ഇങ്ങോട്ട് പോന്നൂടെ? നടക്കി അല്ല അത്രയും വലിയൊരു മടിയാൻ തുനിയാവലുണ്ടാവില്ല. ആർച്ചേ കെട്ടിക്കാട്ടെ. ആ എത്തി അതിന് വേണ്ടി സമയം കളയല്ലേ, വേണ്ട വന്നൂടെ? വരണേ ഇത്ര നേരമായി അറിയോ? കാത്ത് ഞാൻ ലീവാക്കി പോവാൻ നിക്കേ. അങ്ങോട്ട് പോന്നൂടെ? സമയം പോയി. അല്ല നിങ്ങളിപ്പോ ചേക്കുവിനെ എന്തിനു വിളിച്ചതാ? മേലെ പണിയെടുക്കുവോ? അപ്പൊ പെങ്കട്ടിന്റെ ഇതല്ലേ നടക്കണുള്ളൂ. എനിക്ക് പണിയെടുത്ത് ശീലമുണ്ടോ എനിക്ക്? അതിനവിടെ നിർത്തിയാണ് ഞാനേ. അയച്ചും കൂടി ആവുമ്പോഴേ കൂട്ടത്തിലാവുമ്പോ നടക്കൂ. അവൻ പണിയെടുക്കും. പണി എടുപ്പിച്ചാണോ? ഞാൻ അടുപ്പിച്ചോ? ചേക്കൂന് മേലെ എനിക്ക് പണിയെടുത്ത് ശീലമില്ല എന്നുള്ളത് നമ്മളെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അറിയാം. പണി കൊടുക്കലില്ല. കിട്ടണ കായ് എവിടുന്ന് വാങ്ങിയാണ്ടേ വിസിലടിച്ച് നടക്കലാണ്, ഇതെല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്കറിയോ, എന്തേലും ഒരു പണി എടുത്താണ്ട് 10 കായ് വാങ്ങിക്കോട്ടെ. അതല്ലേ പണി ഞാൻ അടുപ്പിച്ചണോ? പണി എടുപ്പിച്ചാണോ? അപ്പൊ നിങ്ങളല്ലേ പണി പിടിച്ചു? നിന്നാ നിങ്ങൾ ഇന്നെ പണി പിടിച്ച ഞാൻ പണി പഠിപ്പിച്ച. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും കണക്കാണ്. പക്ഷെ എനിക്കറിയോ, അതിന്റെ ഇടയിൽ ഞാനുണ്ടാവും. എനിക്കറിയങ്ങൾ കൊണ്ട് പണി എടുപ്പിച്ചത്. ആയിക്കോട്ടെ നടന്നുകൂടി. വേഗം നടക്കൂടി. എടുക്കത് ആളെ ഇതാക്കണേ. നിങ്ങൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി ഞാനത് വിൽക്കാൻ പോയി ഇതൊക്കെ പറയും. മനസ്സിൽ നടന്ന് പോയാലും വണ്ടി എടുക്കല്ലോ. വണ്ടി പോണേക്കാരോ നിങ്ങളുള്ള വണ്ടിയൊക്കെ വണ്ടി ഏതെങ്കിലും പോയിക്കോട്ടെ. നിങ്ങൾ വണ്ടി ഞാൻ ബസ്സിന്റെ ഇവിടെ നിൽക്കട്ടെ. ഇവിടെ ഇരിക്കാൻ എത്ര നേരം ഇരിക്കുന്നത്? അതിന് പറഞ്ഞില്ല കൊയങ്ങിന്ന്. അതാണ് ആ ചേക്കോടെ കാത്തിട്ടുണ്ടാവൂലേ? ചേക്കവിടെ നിന്നോട്ടണി. കൊയക്ക് കുറച്ചൊന്നുമല്ല, ഇത്ര നേരമായി നടക്കണ്. പണം വന്നിരുന്നോ? ഇവിടെ ഇരുന്നാ പിന്നെ ഞാൻ പണിക്കുണ്ടാവും ചേട്ടാ. അതൊക്കെ എന്നെ കൊണ്ട് എടുപ്പിക്കാൻ എനിക്കറിയാം. ഇവിടെ നേരെ ഇരിക്കുന്ന അറിയോ? നീ ആ ചേക്കുവിന്റെ അടുത്ത് പോയി ഇരിക്കാനും നേരെ പറഞ്ഞാണ്ട് ഈ നെല്ലൊക്കെ എന്തെങ്ങനെ ഈ പുല്ലൊക്കെ പറിച്ചു കൊടുക്കണ്ടതില്ലേ? ആ പുല്ലൊക്കെ പറിച്ചാലല്ല അന്നമോത്തെ കൊറ്റമാരെ കൊണ്ട് നടക്കുന്നത് വെറുതെ. ഇത് പുല്ല് പറിച്ചണം, എന്നാലേ ഇത് നന്നാവുള്ളൂ. ഇതിപ്പോ 2 മാസം ആയല്ലോ ഇട്ടിട്ട്. 2 മാസമായാൽ മതി പുല്ല് പറിച്ചു കൊടുക്കണ്ടേ? എന്താ പറയാ, പഴയ പോലെ ഇങ്ങോട്ട് സാഹചര്യം ഇങ്ങോട്ട് പൊന്തണില്ലേ. ഞാൻ വടക്കേ വാർത്തിട്ടിട്ടേ 3 മാസമായി. ആ ഭാഗത്തേ അല്ല ചേക്കിപ്പോ ഞാൻ പൊയ്ക്കോ? പോവില്ല, അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. കാത്തുനിന്ന് പോകാൻ ഒളിച്ചിക്കണ മാതിരിയാ. പിന്നെ ഒന്ന് ലീവാക്കി. എന്താ പറഞ്ഞേ? അല്ല വേറെല്ലെങ്കിൽ ലീവാക്കി. അതിനാ പാടം മുഴുവൻ തെണ്ടിയാണ് എന്നെ മര്യാദക്കിട്ട് പോരാനല്ലേ. മഴ ഒന്ന് പെയ്താലേ. മഴ പെയ്തോട്ടെ, അതൊന്നും പ്രശ്നമില്ല. ആരെന്തറിയോ, കാക്കോടുണ്ട് അവിടെ, അത് ചൂടിയാ മതി. അവനവിടെ ഉണ്ടല്ലേ പണി നടക്കാഞ്ഞാലേ. അവര് നെതല് കാണുന്നുണ്ട് അവിടെ. വേണ്ട ഇറങ്ങിക്കൂടി. ഇറങ്ങി.